നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും അള്ളാഹുവിന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, കൊച്ചുകുട്ടികൾ, പ്രായം ചെന്നവർ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കട്ടെ. ഏതെങ്കിലും രോഗങ്ങൾ കൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രയാസപ്പെടുന്നുവോ അതെല്ലാം പരിശുദ്ധമായ ഈ സലാത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെല്ലുന്ന ഈ സ്വലാത്തിന്റെ ബറകത്ത് കൊണ്ട് അല്ലാഹു പരിപൂർണമായും ശിഫായാക്കി സലാമത്താക്കി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ സ്വലാത്തിന്റെ ഹൽക്കയിൽ ഒരുമിക്കാൻ എന്നത് മഹത്തായ ഭാഗ്യമാണ്. നമ്മുടെ പഴയ കാലം പോലെയല്ല. പണ്ട് കാരണവന്മാരൊക്കെ കാണിച്ചു കൊടുത്താൽ മക്കൾ അതുപോലെ ചെയ്യും, മക്കളുടെ മക്കളും അതുപോലെ തന്നെ ചെയ്യും അല്ലെ? പണ്ടൊക്കെ നിങ്ങൾ ഈ കാരണവന്മാര് വല്യാപ്പന്മാര് പള്ളിയിൽ പോകുമ്പോ പേരക്കിടാങ്ങൾ വരാറില്ലേ കൂടെ? ഇപ്പൊ വളരെ അപൂർവമാണ്. ഇപ്പൊ വല്യാപ്പ വിളിക്കുമ്പോ മോൻ തെക്കോട്ട് വിളിച്ചാൽ മോൻ വടക്കോട്ട് വിട്ടു. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോണ മക്കളാണ്. ഇവിടത്തെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, ഞങ്ങളുടെ ഓടക്കാരിലെ കാര്യം. ഇവിടെ നല്ല അല്ലാഹു തആല നല്ല അനുഗ്രഹം കൊണ്ട് ചൊരിഞ്ഞ ഒരു നാടാണ് വെണ്ടുവഴി. സ്വലാത്ത് ഹൽക്ക ഏത് നാട്ടിലുണ്ടോ ആ നാട് മുഴുവനും അല്ലാഹു തആല ആ സ്വലാത്ത് ഹൽക്കയുടെ ബറകത്ത് കൊണ്ട് സമ്പൽ സമൃദ്ധമാക്കും. പല പല മശായിഖന്മാരും മഹാന്മാരും ഒരു നാട്ടിൽ വന്നെത്തുമ്പോ ആ നാട്ടുകാരിലുള്ള നല്ല മനുഷ്യരായ ആളുകളുടെ ഒരു ഉപദേശമോ അല്ലെങ്കിൽ അവരുടെ ഒരു തേട്ടം കാരണം, അവരുടെ വിനയം കാരണം വരുന്ന മഹാന്മാര് ആ നാടിന് പതിച്ചു കൊടുക്കുന്ന മഹത്തായ ഒരു ഔറാദാണ് സ്വലാത്ത്. അതുപോലെ പല മശായിഖന്മാരും മഹാന്മാരും ഓരോരോ നാടുകളിൽ ചെല്ലുമ്പോ അവർക്ക് ഒരു ദായിമായി പള്ളിയിൽ മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഹദ്ദാദ്. ഹദ്ദാദില്ലാത്ത ഏതെങ്കിലും പള്ളിയെ തയ്ക്കാവോ ദുനിയാവിലുണ്ടോ? എന്താ അതിന്റെ ഗുണം? ഒരു പാമ്പ് കടിക്കില്ല, തേള് കൊത്തില്ല, ഇഴജന്തുക്കളുടെ ബുദ്ധിമുട്ടുണ്ടാവില്ല, കള്ളം കയറില്ല, കത്തി നശിക്കില്ല. ഇതെല്ലാത്തിൽ നിന്നും കാവല് കിട്ടുന്നതാണ് ഹദ്ദാദ്. ഹദ്ദാദില്ലാത്ത ദുനിയാവിൽ ഒരു പള്ളിയും തയ്ക്കാവോ, നമസ്കാര പള്ളിയോ ഒന്നും തന്നെ അല്ലാഹുവിന്റെ ഭൂമിയിലില്ല. ഇതുപോലെ തന്നെയാണ് സ്വലാത്തുകൾ. ചില സ്വലാത്തുകൾ ചില മഹാന്മാരുടെ വായിൽ നിന്നും അസറായി കിട്ടിക്കഴിഞ്ഞാൽ അത് മതി, ആ നാട് സമ്പൽ സമൃദ്ധമായി മാറും. ഇതൊരു തൗഫീഖാണ്. നമ്മൾ ആരും സമ്പാദിച്ചതോ കെട്ടിവെച്ച് കൊണ്ടുവന്നതോ അല്ലെങ്കിൽ എല്ലാവരും വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കമ്മിറ്റിക്കാർ വീട്ടിൽ നിന്ന് പണം കൊടുത്തിയതല്ല. ഈ കാണുന്ന സംവിധാനങ്ങളും എല്ലാം ഇത് ദീനാണ്. ഈ ദീനിനെ വളർത്തണമെന്ന് അല്ലാഹു തആല തീരുമാനിച്ചത് അല്ലാഹുവിനാണ്. വലില്ലാഹി വലിറസൂലിഹി എന്നാണ്. അൽ ഇസ്സത്തു വലില്ലാഹി വറസൂലിഹി. അല്ലാഹുവിനും അവന്റെ റസൂലിനും ആ റസൂല് കൊണ്ടുവന്ന ദീനിനുമാണ് ഇസ്സത്ത്. മുസ്ലിം സമൂഹത്തെ എത്ര ചവിട്ടി താഴ്ത്തി അപമാനിച്ച് ആക്ഷേപിച്ച് പരിഹസിച്ച് ഒറ്റപ്പെടുത്തി കുറ്റം പറഞ്ഞ് നമ്മൾ എന്തെല്ലാം ചെയ്താലും നമുക്ക് വല്ല പേടിയുണ്ടോ? ഒരു വാർത്ത കേൾക്കുമ്പോ ചിലപ്പോ മനസ്സിനൊരു വിഷമം ഉണ്ടാവും. പക്ഷെ മുസ്ലിം എന്ന നിലക്ക് നമുക്ക് ആർക്കും ഒരു പേടിയില്ല. ഇവിടെയുള്ള മറ്റുള്ള മതസ്ഥരെക്കാൾ കൂടുതൽ ധൈര്യശാലികളാണ് മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രത്യേക ധൈര്യമാണ്. ഏതൊരു കാര്യത്തിനും എന്ത് കാര്യത്തിനും, നല്ലതാവട്ടെ ചീത്തയാവട്ടെ, എന്ത് കാര്യമാവട്ടെ, ഒന്നാം സ്ഥാനത്ത് മുസ്ലിങ്ങൾ ഉണ്ടാവും. ഒരു പേടിയില്ല. പണ്ടൊക്കെ നമ്മുടെ ഉമ്മാനെയും വാപ്പാനെയും മാതാപിതാക്കളെ പേടിയുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാലത്ത് ആ മക്കൾ വിജയിച്ചിട്ടുണ്ട്. ഉമ്മയെയും വാപ്പയെയും ഇപ്പോഴും പേടിയുള്ള കാരണന്മാരുണ്ടാവും കൂടത്തില്. വാപ്പ ചീത്ത അറിയോ അല്ലെങ്കിൽ ഉമ്മ വഴക്ക് അറിയോ എന്ന് പേടിയുള്ള കാരണന്മാരുണ്ടാവും. അവരുടെ ജീവിതം നല്ല ഹൈറായ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 65 വയസ്സുള്ള ഒരാള് വാപ്പാനെ മടിയിൽ കിടത്തിയിട്ട് കൊച്ചുകുട്ടിക്ക് തീറ്റ കൊടുക്കും പോലെ വാപ്പാക്ക് ചോറ് കൊടുക്കുന്നതും കഞ്ഞി കൊടുക്കുന്നതും ജ്യൂസാക്കി കൊടുക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പൊ അവരുടെ 65 വയസ്സുള്ള ആളുടെ വാപ്പാടെ പ്രായത്തിലാന്ന് ചിന്തിച്ചു നോക്ക്. ഒറ്റ ദിവസം ഉമ്മയും വാപ്പയും മരണപ്പെട്ടു. ഉമ്മയും വാപ്പയും ഒരേ വീട്ടില് സുഖമില്ലാതെ കിടക്കുമ്പോ ആ മക്കള് ആ വാപ്പാനെ ഉമ്മാനെ ആ പരിപാലിക്കുന്നത് അവരുടെ മക്കള് കാണുമ്പോ എന്താണ് അവർ ചിന്തിക്കുന്നത്? പടച്ചവനെ, എന്റെ വാപ്പിച്ച് ഇത്രയും പ്രായമായ വാപ്പിച്ച് എന്റെ വല്യാപ്പാക്ക് കൊടുക്കുന്നത് എത്ര കൊച്ചു കുട്ടികളെ കെയർ ചെയ്യും പോലെയാണെങ്കിൽ എന്റെ ഉപ്പയെ ഞാൻ അതിനേക്കാൾ കൂടുതൽ കെയർ ചെയ്യണമല്ലോ. ഇങ്ങനെയാവും ചിന്തിക്കണം. ഇപ്പൊ നമ്മൾ പണ്ടുള്ളത് പോലെയല്ല. ഇപ്പോഴത്തെ അവസ്ഥ വളരെ മാറി. മക്കളിലാണ് അക്രമാസക്തമായ ചിന്തകളും അക്രമങ്ങളും. ഈ കഴിഞ്ഞ 1-2-3 മാസമായി നിരന്തരം നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാം. റാഗിങ്, കൊലപാതകം, അക്രമം, സ്കൂളിൽ കൂട്ടത്തല്ലുകൾ. ഈ കഴിഞ്ഞ മാർച്ച് 26-ന് SSLC പരീക്ഷ കഴിഞ്ഞപ്പോൾ സ്കൂളിലെ സർക്കാർ സ്കൂളുകളിൽ എല്ലാ സ്കൂളുകളിലും ഒരു നിയമം കൊണ്ടുവന്നു. എന്താ? സ്കൂള് വിട്ട അന്ന് മുഴുവൻ പാരന്റ്സും വീട്ടിൽ വരാതെ ഒറ്റ കുട്ടിയെ വീട്ടിൽ വിടൂല. എന്താ അതിന്റെ കാരണം? മക്കളിൽ അക്രമാസക്തമായ ചിന്തകൾ കടന്നു വന്നു. നമ്മുടെ നാടുകളിൽ നിന്ന് ഇൽമ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അവസാന കാലമാകുമ്പോൾ ഇൽമിനെ ഉയർത്തപ്പെടും. ഇൽമ ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ നാടിനെ നശിപ്പിക്കാൻ പറ്റില്ല. ഇൽമ എന്നത് ഇൽമ എന്നത് 2 വിധമാണ്. അൽ ഇൽമു നൗആനി, ഇൽമു മിനൽ ഖൽബി. ഹൃദയത്തിലുള്ള ഇൽമുണ്ടല്ലോ, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ലോകത്ത് നിങ്ങൾ കാണുന്ന ഉസ്താദ്മാരുണ്ടല്ലോ, ആലിമീങ്ങൾ, പണ്ഡിതന്മാര്, അവർ വറസത്തുൽ അംബിയാ, അവർ അംബിയാക്കളുടെ അനന്തര അവകാശികളാണ്. ഇൽമ എന്നത് ഇത് അല്ലാഹുവിന്റെ നൂറാനിയത്താകുന്ന പ്രകാശമാണ്. ഇത് ചുമ്മാ കിട്ടുന്നതല്ല. നമുക്ക് കിട്ടിയത് പ്രവാചകന്മാരുടെ അനന്തര സ്വത്തായി കൊണ്ടുവന്ന ഔലിയാക്കളാണ്. ആലിമീങ്ങളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഇൽമാണ്. ഇൽമ ഭൂമിയിലുള്ള നിലക്ക് ഒരിക്കലും അല്ലാഹു തആല ഭൂമിയെ ആക്രമിക്കില്ല. അതുകൊണ്ടാണ് ഭൂമിയെ ആക്രമിക്കാൻ നേരത്ത് ഖിയാമത്ത് നാളിന് മുമ്പ് ലോകം മുഴുവനും നശിച്ചാലും നശിക്കാത്ത ഖിയാമത്ത് നാളിന് മുന്നേ മാത്രം സംഭവിക്കുന്ന അത്ഭുതമാണ് നബികളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ പരിശുദ്ധ ഖുർആനുണ്ടല്ലോ. ആ ഖുർആനിനെ അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ദുനിയാവിനെ ഖിയാമത്ത് നാൾ കൊണ്ട് അല്ലാഹു തആല നശിപ്പിക്കുന്ന സമയത്ത് ഇൽമുണ്ടാവില്ല. ഖിയാമത്ത് നാളിന്റെ അന്ന് മുസാഫ് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് വെള്ള പേജ് മാത്രമുള്ളൂ. ഇൽമിനെ അല്ലാഹു തആല ഉയർത്തി കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താ കാരണം? ഇൽമ എന്നത് ചില്ലറയായ കാര്യമല്ല, അത് അല്ലാഹുവിന്റെ നൂറാനിയത്താണ്. അൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖുൻ, അൽ ഇൽമു ലാ യുതാ ലിആസി. ഇൽമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ നൂറാനിയത്താകുന്ന പ്രകാശമാണ്. അൽ ഇൽമു ലാ യുതാ ലിആസി. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവന് അല്ലാഹു ഇൽമ കൊടുക്കൂല. ശഫീഉനാ റസൂലുള്ളാഹി. നിരന്തരം കുറ്റങ്ങളും അക്രമങ്ങളും ചെയ്യുന്ന ഒരാളിൽ അല്ലാഹു തആല ഇൽമ വയ്ക്കൂല. കാരണം ഇൽമ ഒരാളുടെ കയ്യിലുള്ളപ്പോൾ അവന് അക്രമം ചെയ്യാൻ കഴിയില്ല, അവന് ഹറാം ചെയ്യാൻ കഴിയില്ല. ഇൽമില്ലാത്തവൻ, ഇൽമുള്ള ഒരാൾ അക്രമം ചെയ്താൽ അവന്റെ കയ്യിലുള്ളത് ഇൽമല്ല.
ഇൽമ രണ്ട് വിധമാണ്. ഇൽമു നൗആൻ. ഇൽമ രണ്ട് വിധമാണ്. ഇൽമു ഫീ ഖൽബിഹി. ഇൽമ രണ്ട് വിധമാണ്. ഒന്ന് അവന്റെ ഹൃദയത്തിലുള്ള ഇൽമാണ്. എന്റെ ഹൃദയത്തിലുള്ള ഇൽമ ഈ ലോകത്ത് ഏതെങ്കിലും ഒരാൾക്ക് നഷ്ടപ്പെടുത്താൻ പറ്റുമോ? അതിനെ ഇല്ലാതാക്കാൻ പറ്റുമോ? ഞാൻ പഠിച്ച ഇൽമ, എന്റെ ഹൃദയത്തിലുള്ള അറിവ് ഈ ലോകത്തൊരൊറ്റ ശക്തിക്കും ആ പഠിച്ച ഇൽമിനെ നശിപ്പിക്കാൻ എന്നെ കൊല്ലാനല്ലാതെ സാധിക്കില്ല. പക്ഷേ മറ്റേ ഇൽമു ഫീ ലിസാനിഹി. ഇൽമ രണ്ട് വിധമാണ്. രണ്ടാമത്തെ ഇൽമ അവന്റെ നാവിലുള്ള ഇൽമാണ്. നബി തങ്ങൾ ദുആ ചെയ്യുന്ന ഒരു ഇൽമുണ്ട്. അല്ലാഹുമ്മ അൻഫഅനി ഇൽമൻ നാഫിയാ. ഉപകാരപ്രദമായ അറിവിനെ തൊട്ട് റബ്ബേ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഉപകാരപ്രദമല്ലാത്ത അറിവിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ശഫീഉനാ റസൂലുള്ളാഹി. ഈ ഭൂമിയിൽ ഇൽമുണ്ടായിരിക്കെ, ഇസ്തിഗ്ഫാർ ഉണ്ടായിരിക്കെ, സ്വലാത്ത് ഉണ്ടായിരിക്കെ, ദിക്റുകൾ ഉണ്ടായിരിക്കെ, ഖുർആൻ പാരായണങ്ങൾ ഉണ്ടായിരിക്കെ, ഈ ഭൂമിയെ പൂർണ്ണമായും നശിപ്പിക്കാൻ അല്ലാഹുവിന് സാധ്യമല്ല. അതുകൊണ്ടാണ് നബി തങ്ങളുടെ ഏറ്റവും വലിയ മോജിസത്ത് ഇസ്രാഉം മിഅ്റാജും പരിശുദ്ധമായ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുക എന്നത് നബി തങ്ങളുടെ ഏറ്റവും വലിയ മോജിസത്താണ്. എന്തുകൊണ്ട് ഖിയാമത്ത് നാളാണല്ലോ ഖുർആനിനെ അല്ലാഹു തആല ഉയർത്തി കൊണ്ടുപോകുന്നത്. ഖുർആൻ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ഭൂമിയെ പൂർണ്ണമായും നശിപ്പിക്കാൻ അല്ലാഹുവിന് സാധ്യമല്ല. അത് ഇൽമിനോടുള്ള ബഹുമാനമാണ്. അത് സ്വർഗ്ഗത്തിൽ നിന്നുള്ള അറിവുകളാണ്. നമുക്ക് കിട്ടിയത് ഇൽമു മുഴുവനും അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ ശഫീഉനാ റസൂലുള്ളാഹി. ഏറ്റവും അറിവുള്ളതാരാ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ ലോകത്തെ ഏറ്റവും അറിവുള്ളത് ഞാനാണ്. ജിബ്രീൽ 23 വർഷം തുടർച്ചയായി എന്റെ അടുക്കൽ വന്നു. സ്വർഗ്ഗത്തിൽ നിന്നുള്ള അല്ലാഹുവിന്റെ കൽപ്പനകളുമായാണ് വന്നത്. ഇതുപോലെ ഒരു പ്രവാചകന്റെ അടുക്കൽ ജിബ്രീൽ ചെന്നതായി ഇന്നേവരെ അറിയില്ല. പ്രവാചകന്മാർക്ക് അല്ലാഹുവിന്റെ വഹി എത്തിച്ചു കൊടുക്കലാണ് ജിബ്രീലിന്റെ ജോലി. ഈ പ്രവാചകന്റെ അടുക്കൽ 23 വർഷക്കാലം അല്ലാഹുവിന്റെ റസൂലിന്റെ 40ാമത്തെ വയസ്സ് മുതൽ 63ാമത്തെ വയസ്സ് വരെ 23 വർഷം കൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് അല്ലാഹുവിന്റെ റസൂലിന് ഇറങ്ങി കൊടുക്കുന്നത്. പക്ഷേ ഒരിക്കലും നബി തങ്ങൾ പറയുന്നു, ഈ ലോകത്തെ ഏറ്റവും അറിവുള്ളവൻ ഞാനാണ്. അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ. മഹാനായ അലിയാര് തങ്ങളാണ് ലോകത്തെ അറിവുള്ള രണ്ടാമത്തെ ആൾ. രണ്ടാമത്തെ ആള് അത് എന്റെ മരുമകനായ, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയുടെ ഭർത്താവ് അലിയാര് തങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ദീനിയായ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. അദബ് എന്താണെന്ന് മനസ്സിലാകണം. അദബ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ പഠിക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ മദ്രസകൾ. എത്രയോ എത്ര മദ്രസകളാണ് കേരളക്കരയിൽ എന്നല്ല, ഇന്ത്യ രാജ്യത്തുള്ള എത്രയോ എത്ര മദ്രസകളാണ്. 140 കുട്ടികളുള്ള ഈ മദ്രസയിൽ ഷറഫുൽ ഇസ്ലാം മദ്രസ വെണ്ടുവണിയുടെ മദ്രസയിൽ 130 കുട്ടികളുണ്ടെങ്കിൽ ഓരോ ദിവസവും പ്രഭാതത്തിൽ ആ പൊന്നോമനകൾ വന്നിട്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈ ഉയർത്തിയിട്ട് രാവിലെ സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുമ്പോ പത്തുങ്ങളിൽ പഠിക്കാൻ വരുമ്പോ ഒരു 140 ഫാത്തിഹ വെണ്ടുവഴി മുസ്ലിം ജമാഅത്തിന്റെ മണ്ണിൽ നിന്നും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയരുന്നു.
ഫാത്തിഹയുടെ ഗുണം എന്താ? ഫാത്തിഹ ഓതിയാൽ അല്ലാഹുവിന്റെ കോപം കുറയുന്നതാണ്. 130 കുട്ടികൾ ഇവിടെ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈ ഉയർത്തി ഫാത്തിഹ ഓതുമ്പോൾ ഈ നാട്ടുകാരോട് ദേഷ്യമുണ്ടായിരുന്ന അല്ലാഹു ആ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ആ നാട്ടുകാരോട് സ്നേഹം ചൊരിയുകയാണ്, ആ നാട്ടുകാർക്ക് കരുണ ചൊരിയുകയാണ്. ഈ നാട്ടിൽ ഇറക്കാൻ വെച്ച മുസീബത്ത് വേറെ നാടുകളിലേക്ക് അല്ലാഹു മാറ്റിവിടുകയാണ്. അതാണ് മദ്രസകളുടെ ബറക്കത്ത്. തീർന്നില്ല, മദ്രസ വിടുമ്പോൾ അവര് ചെല്ലുന്നതെന്താ? സ്വലാത്താണ്, സ്വലാത്താണ്. ഒരു കുട്ടി 3 സ്വലാത്ത് വെച്ച് 130 കുട്ടികൾ സ്വലാത്ത് ചെല്ലുമ്പോൾ എത്രയോ എത്ര സ്വലാത്തുകളാണ് വെണ്ടുവഴി മുസ്ലിം ജുമാ മസ്ജിദിന്റെ ഈ മണ്ണിൽ നിന്നും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് രാവിലെയും വൈകുന്നേരവും ഇവിടെ ഉയർന്നു ചെല്ലുമ്പോൾ ഈ നാട്ടിൽ അല്ലാഹു തആല വിചാരിച്ചിരുന്ന മുസീബത്തുകളെ തടുക്കാൻ, രോഗങ്ങളെ തടയാൻ, പ്രയാസങ്ങളെ തടുക്കാൻ, ഈ നാട്ടിൽ സംഭവിക്കുന്ന വിപത്തുകളെ മാറ്റിവിടാൻ അല്ലാഹുവിന് ഇത് തന്നെ ധാരാളം മതി. ഇതാണ് ഇതിന്റെ ബറക്കത്ത്. അതുകൊണ്ട് മക്കളെ എത്ര കഷ്ടപ്പെട്ടായാലും എത്ര പൈസ മുടക്കിയാലും ദീൻ പഠിക്കാൻ 1 മുതൽ 10 വരെ ഇവിടെ സംവിധാനമുണ്ട്. നിർബന്ധമായും 5 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഈ വരുന്ന വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് ഈ മക്കളെ ഇവിടെ ചേർക്കാൻ കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദീൻ പഠിച്ചാലും ദീൻ പഠിച്ചില്ലെങ്കിലും അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കണം. അല്ലേ? ചില ആൾക്കാർ പറഞ്ഞു മദ്രസയിൽ പോയ കുട്ടികളാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ സ്കൂളിൽ പോയ കുട്ടികളല്ലേ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്? ഈ മദ്രസയിൽ വന്ന കുട്ടികൾ തന്നെയല്ലേ സ്കൂളിലും പോയത്? അതുകൊണ്ട് മദ്രസയെ മാത്രം കുറ്റം പറയാനില്ല. ഇൽമു പഠിച്ചാലും ഇൽമു പഠിച്ചില്ലെങ്കിലും അല്ലാഹു തആല ഹിദായത്ത് ആക്കണം. കാരണം ഇബ്ലീസിനും എല്ലാവരും മലക്കുകളിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആള് ഇബ്ലീസാണ്. അപ്പൊ അറിവുണ്ടായതോ സമയം പറഞ്ഞോട്ടോ, നിർത്തേണ്ട സമയം പറയണം. അപ്പൊ അറിവുണ്ടായി എന്ന് വിചാരിച്ച ഒരാൾ നല്ലവനാകണമെന്നില്ല. അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് നല്ലവൻ. ഇൽമെന്നാൽ അല്ലാഹു തആല കൊടുക്കുന്ന നൂറാനിയത്താകുന്നു. പാപികളുടെ കയ്യിൽ അല്ലാഹു തആല ദീനിനെ, അതായത് ഇൽമിനെ അല്ലാഹു കൊടുക്കൂല. മക്കള് ദീൻ പഠിക്കുമ്പോ അവർക്ക് അതിൻ്റെതായ ബഹുമാനം കൊടുക്കണം. അങ്ങാടിയിലിരിക്കുമ്പോൾ മദ്രസ വിട്ട ഒരു കുഞ്ഞ് അവൻ പാഠപുസ്തകവും മുസ്ഹഫുമായി അതിലെ വരുമ്പോൾ അവനെ ദൂരേന്ന് കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. അത് കുട്ടിയെ കാണുമ്പോൾ ബഹുമാനം കൊണ്ടല്ല, അവന്റെ കയ്യിലിരിക്കുന്നത് മുസ്ഹഫാണ്, അവന്റെ കയ്യിലുള്ളത് ദീനാണ്. ആ ദീനിനെ ബഹുമാനിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് നിൽക്കണമെന്നാ. അപ്പൊ അതുകൊണ്ട് കൊച്ചുകുട്ടികൾ, ആ മക്കൾ അവരുടെ വിദ്യാഭ്യാസ, ദീനിയായ വിദ്യാഭ്യാസം അവർ പഠിക്കട്ടെ. അവർ ദീനിയായ അറിവ് പകർന്നു കൊടുക്കുന്ന ഉസ്താദന്മാര് അവർക്ക് അറിവ് പഠിപ്പിക്കട്ടെ, അറിവ് പറഞ്ഞു കൊടുക്കട്ടെ, അച്ചടക്കം പറയട്ടെ, മദ്യവും ലഹരിയും ഹറാമാണെന്ന് പഠിപ്പിക്കട്ടെ. നല്ല കുട്ടികൾ, മാതാപിതാക്കൾ നല്ലത് കാണിച്ചു കൊടുത്താൽ, ഉസ്താദ് നല്ലത് പറഞ്ഞു കൊടുത്താൽ, നല്ല മക്കൾ ചെറുപ്പം മുതലേ അത് ശീലിക്കുന്നതാണ്. അല്ലാഹു തആല നല്ല മക്കളിൽ നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തട്ടെ. ഇതിനു വേണ്ടിയാണ് സ്വലാത്ത്. മക്കള് നേരെയാവണോ, സ്വലാത്ത് പതിവാക്കിക്കോ. ഖാല റസൂലുള്ളാഹി. മക്കള് നേരെയാവാൻ ഏറ്റവും നല്ലത് സ്വലാത്താണ്. ഇന്നൊരു ഉമ്മ ചൊല്ലിയിട്ടുണ്ട്, മകന് വേണ്ടി, മകൻ ചെയ്തു പോയ തെറ്റുകൾക്ക് വേണ്ടി 1,00,000 ഇസ്തിഗ്ഫാർ, ഉറപ്പായും അതിന് പ്രതിഫലം കിട്ടും. ഈ മഹല്ലിലെ ഒരു ഉമ്മയാണ് ചൊല്ലിയത്. മകന്റെ ജോലിയിൽ ബറക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടിയും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറി നല്ലൊരു കുടുംബ ജീവിതം ലഭിക്കുന്നതിന് വേണ്ടിയും ദുആ ചെയ്യണം. മകൻ ചെയ്തു പോയ തെറ്റുകൾക്ക് വേണ്ടി 1,00,000 ഇസ്തിഗ്ഫാർ ആ ഉമ്മ ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. മക്കൾ നന്നാവാൻ വേണ്ടി നമ്മൾ നന്നായി ദുആ ചെയ്യണം.
നമ്മൾ ദുആ ചെയ്യണം. നമ്മളെ മക്കള് നന്നാവാൻ വേണ്ടി നമ്മൾ നന്നായി ദുആ ചെയ്താൽ അള്ളാഹുവിനോട് ചോദിച്ച് കുറെ ചോദിക്കുമ്പോൾ അള്ളാഹു തആല നമ്മുടെ മക്കളെ നേടിയാക്കും. മഹാനായ യാക്കൂബ് നബി ഒരുപാട് ദുആ ചെയ്ത് അവസാനമാണ് ഇബ്രാഹിം നബിക്ക് എന്താണ് മക്കളുണ്ടായത്, യൂസുഫിന് എന്താണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടായത് ഏകദേശം ഒരു 106 വയസ്സ് പ്രായമുള്ള സമയത്ത്. ജീവിതത്തിന്റെ ഏറ്റവും അവസാന ഘട്ടം വരെ ഒരു പ്രവാചകനായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്ത് അവസാനം കിട്ടിയതാണ്. അള്ളാഹുവിനോട് നമ്മൾ പറയണം. കാരണം കാലഘട്ടം മോശമാണ്. നമ്മുടെ മക്കൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും മോശമാണ്. സോഷ്യൽ മീഡിയ ഇങ്ങനെ വലവിരിച്ചിരിക്കുകയാണ്. പെൺകുട്ടികളെയും ആൺകുട്ടികളെയും, ആൺകുട്ടികളാണെങ്കിൽ ലഹരിക്കും, പെൺകുട്ടികളാണെങ്കിൽ പ്രണയത്തിനും വേണ്ടി നമ്മുടെ സമൂഹമാകെ ഇങ്ങനെ വലവിരിച്ച് ചെന്നാണ് കഴുകന്റെ കണ്ണുകളായി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ ഏറ്റവും നല്ലത് സ്വലാത്താണ്. സ്വലാത്ത് ഹൽക്കയിലേക്ക് വന്ന് ദുആ ചെയ്ത് അല്ലാഹുവിനോട് എന്ത് മനസ്സിൽ ഉദ്ദേശിച്ച് നമ്മൾ അല്ലാഹുവിനോട് ഈ സ്വലാത്തിന്റെ ഹൽക്കയിൽ വന്നിരുന്ന് ദുആ ചെയ്താലും ഉറപ്പായും അതിന് ഫലം കാണും. നോമ്പിന് നമുക്ക് സ്വലാത്ത് ഉണ്ടായില്ല. നോമ്പിന് തൊട്ട് 2 ദിവസം മുമ്പ് സ്വലാത്ത് ഉണ്ടായി. അന്ന് ഞാൻ ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ച സ്വലാത്ത്, ആ സ്വലാത്തിൽ ഞാനിരുന്നേ നോമ്പില് ആ കാര്യം തന്നെ എനിക്ക് നല്ല റാഹത്തായി, മുട്ടുവേദന ഉണ്ടായി ചെറുതായി. പിന്നെ റമദാനിക്ക് ഒരു ബുദ്ധിമുട്ടോ വേദനയോ ഒന്നും ഉണ്ടായി. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം, സ്വലാത്തിന് നിങ്ങൾ വന്നിരിക്കുമ്പോ നിങ്ങൾക്ക് വല്ല രോഗങ്ങളോ മുസീബത്തുകളോ ഇടങ്ങേറുകളോ അസുഖങ്ങളോ ജോലി സംബന്ധമായ തടസ്സങ്ങളോ എന്തുണ്ടെങ്കിലും അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കരുതുക. പടച്ചവനെ, എന്റെ മനസ്സിൽ ഇന്ന മുറാദുണ്ട്, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ഹൽക്കയുടെയും ദുആയുടെയും എല്ലാം ബറക്കത്ത് കൊണ്ട് എനിക്ക് ഈ സ്വലാത്ത് കഴിയുന്നിടത്തോളം നീ അതങ്ങൾക്ക് റാഹത്താക്കി തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ തടസ്സവും നീക്കും. അതിന് ഈ അന്തർക്കാട് ചോദിച്ചാൽ എല്ലാ തടസ്സവും നീങ്ങും. എന്ത് തടസ്സം ഉണ്ടെങ്കിലും കെട്ടിയോളം മാത്രം ഉംറയ്ക്ക് വിടാൻ വേണ്ടി അന്തർക്കായും കൂടെ പോയി ഉംറയ്ക്ക് പോയി. ഉസ്താദെ ദുആ ചെയ്യണമെന്ന് ഒരു സ്വലാത്തിന് വന്നിരുന്നു പറഞ്ഞു. അതിനു മുമ്പ് പറഞ്ഞതെന്താ, ഭാര്യ മാത്രം ഉംറയ്ക്ക് പോകണ്ട. പിറ്റത്തെ സ്വലാത്തിന് വന്നിട്ട് പറയാ, ഉസ്താദെ എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്, ദുആ ചെയ്യണം. പിറ്റത്തെ വെച്ച് ചിരിച്ചുകൊണ്ട് വന്നിട്ട് പറയാം, ഉസ്താദെ ഞാനും പോകണ്ട. ഇത് നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിലെ ആഗ്രഹം തൻഹല്ലു ബിൽ ഉഖദ് എന്നാണ്. എല്ലാ കെട്ടിക്കുടുക്കുകളും അഴിക്കുന്ന ഒരു മഹത്തായ ദിവ്യ ഔഷധമാണ് സ്വലാത്ത്. ആ സ്വലാത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. സ്വലാത്ത് ഹൽക്കയിൽ മാത്രമല്ല, നിരന്തരം സ്വലാത്തിലായിരിക്കും. വീട്ടിലോ കച്ചവട സ്ഥാപനത്തിലോ ഇനി പഞ്ചർ ഒട്ടിക്കാൻ പോകുമ്പോൾ എപ്പോഴാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സ്വലാത്ത് ചെല്ലണല്ലോ ഒരു തടസ്സമില്ല. ഈ ഇരിക്കുന്ന ആർക്കും എന്ത് പണിക്കാണോ നിങ്ങൾ എല്ലാവരും പോണെന്ന് എനിക്ക് എല്ലാവർക്കും ഏകദേശം അറിയാം. എല്ലാവർക്കും എണ്ണം പിടിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ചുമ്മാ സ്വലാത്ത് ചൊല്ലിക്കോ. സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗുണം എന്താന്ന് നിങ്ങൾക്ക് പിന്നെ മരിച്ചു ചെല്ലുമ്പോഴാണ് അറിയുള്ളൂ. പടച്ചവനെ ഇത്രയും കൂലി ഉണ്ടായിരുന്നു അന്ന് ഞാൻ എപ്പോഴും ചൊല്ലിയല്ലേ. ഇന്ന് നമ്മൾ അന്നേരം നമ്മൾ വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് മക്കള് നേരെയാകാൻ യാ ഹാദി യാ അല്ലാഹ്, യാ ഹാദി യാ അല്ലാഹ് ഒരു ദിവസം 313 കുറയാത്തത് ചൊല്ലിയിട്ട് പടച്ചവനെ എന്റെ മക്കളെ നീ നേരായ മാർഗത്തിലാക്കണമേ എന്ന് ദുആ ചെയ്താൽ അസ്മാഉൽ ഹുസ്നയിൽ പറയുന്നതാണ്, ഉറപ്പായും ആ മക്കൾ നേരെയാകുമെന്നാണ്. ഒരു ദിവസത്തിൽ 100 വട്ടത്തിൽ കുറയാതെ 313 ദായിമാക്കി ചൊല്ലിയിട്ട് എന്റെ മക്കളെ നേരെയാക്കണമെന്ന് പറഞ്ഞാൽ ഉറപ്പായും നേരെയാകും. നമ്മളാരും പറഞ്ഞതല്ല, ഇത് പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്ന അറിവാണ്. ഒരു മുത്തഅല്ലിമിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ ആ പൊന്നുമോനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ നാടിന്റെ നായകനായി അറിവുള്ള നല്ല ഉഖറവിയായ പണ്ഡിതനായി ആ മുത്തഅല്ലിമിനെ നീ വളർത്തണേ അല്ലാഹ്. അല്ലാഹു ഈ നാട്ടിൽ നിന്നോ മുത്തഅല്ലിമീങ്ങളായി ആരെല്ലാം ഇൽമു പഠിക്കാൻ പോകുന്നുണ്ടോ മുഴുവൻ മക്കളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ
പാഴാക്കല്ലേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. നമുക്ക് അല്ലാഹുവിനോട് ഹൃദയം തുറന്ന് ദുആ ചെയ്യാം. മക്കളെ ദീനിയായ സ്ഥാപനത്തെ സ്നേഹിക്കുകയും ഉസ്താദ്മാർ ചെറിയ ഏതെങ്കിലും ഒരു പാഠം പഠിച്ചില്ല എന്ന് പറഞ്ഞ് ഒന്നോ രണ്ടോ അടി കൊടുത്ത് നിങ്ങൾ അപ്പൊ തന്നെ ഒച്ചപ്പാടുണ്ടാക്കി പള്ളിയിലേക്ക് വന്നാൽ അത് ആ കുട്ടിക്ക് അവൻ മനസ്സിലാക്കും. ഉസ്താദിന് ഇത്രയൊക്കെ കൊടുത്താൽ ഉസ്താദിന് ഇത്രയൊക്കെ ഉള്ളൂ, അയാൾ എന്താണ് നമ്മൾ പിള്ളേനെ അടിച്ചപ്പോഴേക്കും എന്റെ വാപ്പ പറഞ്ഞത് അയാൾ എന്ത് മനുഷ്യന്, അയാൾ എത്ര തല്ലാൻ കൊള്ളാവുന്ന സ്വത്ത് പറയുമ്പോ അവൻ ഇങ്ങനെ കേൾക്കുവാണ് പഠിച്ചത്. ഉസ്താദിന് വിളിക്കണ്ട, അപ്പൊ അയാളെന്ന് പറഞ്ഞാൽ അപ്പൊ അവന് മദ്രസയിൽ വെച്ച് ജയിച്ചു കയറുമ്പോ ആ പുള്ളി എടുത്ത് കോടാവേ കോട ചങ്ങായി എന്നൊക്കെ പറയാൻ തോന്നുന്നു. അതുകൊണ്ട് ഇൽമിനെ നമ്മൾ ബഹുമാനിക്കണം, ഇൽമു പഠിപ്പിക്കുന്ന സ്ഥാപനത്തെ ബഹുമാനിക്കണം, അവിടുത്തെ ഉസ്താദന്മാരെ ബഹുമാനിക്കണം. ഇൽമു പഠിക്കാൻ നബി തങ്ങൾ പറഞ്ഞത് കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅൻ ലാ തകുൻ ഖാമിസാ ശഫീഉനാ റസൂലുള്ളാഹി. നബി തങ്ങൾ പഠിപ്പിച്ചത് കുൻ ആലിമൻ, നിനക്ക് പറ്റുമെങ്കിൽ നീ ഒരു പണ്ഡിതനാവാൻ ശ്രമിക്കണം. ഔ മുതഅല്ലിമൻ, നിനക്ക് അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു മുതഅല്ലിമാവാൻ നീ ശ്രമിക്കണം. ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ എന്താ ഔ മുസ്തമിഅൻ, ഇൽമിനെ ശ്രദ്ധയോടെ കേൾക്കുന്നവനാകാൻ നീ ശ്രമിക്കണം. നാലാമത് പറയുന്നു ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ, ഇൽമിനെ നീ സ്നേഹിക്കുന്നവനാകണം. ലാ തകുൻ ഖാമിസാ ശഫീഉനാ റസൂലുള്ളാഹി. അഞ്ചാമതൊരു വിഭാഗം നിന്റെ ജീവിതത്തിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് ആലിമാവാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ വേണ്ട, മുതഅല്ലിമാവാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ വേണ്ട, ഇൽമിന്റെ സദസ്സുകളിൽ അത് നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കാം. അതിനും നിനക്ക് പറ്റിയില്ലെങ്കിൽ മുഹിബ്ബാ, ദീനി സ്ഥാപനങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ്, അതിനെ ബഹുമാനിക്കാൻ, അതിനെ ആദരിക്കാൻ, പണ്ഡിതന്മാരെ ബഹുമാനിക്കാൻ, ആ വേഷം കാണുമ്പോൾ അറിയാതെ ഇരിക്കുന്നിടത്ത് എഴുന്നേൽക്കാൻ നിനക്കൊരു ഈമാനികമായ ത്വരയുണ്ടെങ്കിൽ മോനെ അതിനെ പറയുന്നത് ഇൽമിനോടുള്ള ബഹുമാനമാണെന്നാണ്. നീ അതുകൊണ്ട് സ്വർഗത്തിലാണ്. ശഫീഉനാ റസൂലുള്ളാഹി. ഇൽമിനെ ബഹുമാനിച്ചാൽ ഉറപ്പായും സ്വർഗത്തിലെത്തും. സുലൈമാൻ നബിയുടെ സമയം പറയണം, സുലൈമാൻ നബിയോട് ഖുയ്റ ലി സുലൈമാൻ ബൈനൽ ഇൽമി വൽ മുൽക്കി വൽ മാലി. മൂന്ന് കാര്യങ്ങളിൽ സുലൈമാൻ നബിയുടെ അടുത്ത് പറഞ്ഞേ അല്ലാഹു തആല പറഞ്ഞു, സുലൈമാൻ നബിയുടെ മുന്നിൽ മൂന്ന് സാധനം കൊണ്ടുപോയി അവിടെ നിരത്തി. ഖുയ്റ ലി സുലൈമാനി, മഹാനായ സുലൈമാൻ നബിക്ക് ഖിയാർ കൊടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത് ചോയ്സ് ചെയ്യാനുള്ള അവസരം കൊടുത്തു. ബൈനൽ ഇൽമി, ആദ്യം ഇരുന്നത് ഇൽമാണ്. ബൈനൽ മാലി, രണ്ടാമത്തത് സമ്പത്താണ്. ബൈനൽ മുൽക്കി, മൂന്നാമതിരുന്നത് രാജാധികാരമാണ്. സുലൈമാൻ നബിയുടെ മുന്നിൽ എന്താണ്? ഇൽമും സമ്പത്തും രാജാധികാരവും, ഇത് മൂന്നും കൂടെ അല്ലാഹു തആല നിരത്തി വെച്ചിട്ട് പറയുന്നു, സുലൈമാൻ ഇതിൽ നിന്നും നിനക്ക് ഇഷ്ടമുള്ളത് നീ സെലക്ട് ചെയ്യൂ സുലൈമാൻ. സുലൈമാൻ നബി ഒരു വട്ടം ഇങ്ങനെ നോക്കി, എല്ലാത്തിലേക്കും രാജാധികാരമുണ്ട്, സമ്പത്തുണ്ട്, ഇൽമുണ്ട്, ഇത് മൂന്നും നോക്കി മനസ്സിലാക്കിയ സുലൈമാൻ നബി ഇൽമിലേക്ക് ഫഖ്താറൽ ഇൽമ ഫഅതല്ലാഹു കുല്ലഹാ ശഫീഉനാ റസൂലുള്ളാഹി. സുലൈമാൻ നബി ഇൽമ അങ്ങട് കെട്ടിപ്പിടിച്ച് പൊതിഞ്ഞ് അവിടെ കിടന്ന് ഫ്ലാറ്റായി, അവിടെ കിടന്ന് ഇൽമ കണ്ടപ്പോ ഇൽമ സമ്പത്തും വേണ്ട, രാജാധികാരിക്കാൻ ഇൽമു മതി എന്ന് പറഞ്ഞ സുലൈമാൻ നബി അങ്ങോട്ട് കിടന്നപ്പോഴേക്കും അല്ലാഹു തആല അവന് സമ്പത്തും കൊടുത്തു, രാജാധികാരം കൊടുത്തു. ഇതാണ് ഇൽമിന്റെ പവർ. ഇൽമിനെ സെലക്ട് ചെയ്ത് ഇൽമ തെരഞ്ഞെടുത്താൽ അല്ലാഹു തആല ഒരുപാട് പ്രതിഫലം. നമ്മുടെയൊക്കെ നാട്ടിൽ വരുന്ന ഈ മുസീബത്തുകളെ യുവാക്കളൊക്കെ ചെയ്തു കൂട്ടുന്ന തെറ്റിന്റെ കാരണം കൊണ്ട് അല്ലാഹു തആല ഈ നാട് തലകീഴാക്കി മറിക്കാത്തത് പ്രായം ചെന്ന ആൾക്കാരും കൊച്ചുകുട്ടികളും ഈ നാട്ടിലുള്ളത് കൊണ്ടാണ്.
കൊച്ചുകുട്ടികൾ എങ്ങനെയാ അവരിങ്ങനെ ഇൽമു പഠിച്ച് ദിക്റ് ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഫാത്തിഹ ഓതി കൊച്ചുമക്കൾക്ക് കളങ്കമില്ലാത്ത മനസ്സല്ലേ അവർ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഫാത്തിഹ ഓതി അത് തെറ്റിയാലും കുഴപ്പമില്ല. കാരണം അവര് മനസ്സിൽ വിചാരിക്കാതെ പഠിച്ചത് ഇത് ഫാത്തിഹ ആണെന്നാണ്. ഇനി ആ ഫാത്തിഹ തെറ്റിയാലും പൊറുക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. പ്രായം ചെന്നവരെ എന്തുകൊണ്ടാ പരിഗണിക്കുന്നത്? അവർ ദുനിയാവിലെ ആശ മുറിഞ്ഞവരാണ്, മറ്റൊരാളുടെ ആശ്രയത്തിൽ കഴിയുന്നവരാണ്. അതുകൊണ്ട് പ്രായം ചെന്ന ആളുകളും കുട്ടികളും ഈ നാട്ടിലല്ലായിരുന്നുവെങ്കിൽ ഈ നാടിനെ അല്ലാഹു തആല തലകീഴായി മറിക്കുമായിരുന്നു. ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇൽമും ദീനി സ്ഥാപനങ്ങളെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവിടുത്തെ ഇൽമിനെ ബഹുമാനിക്കാനുള്ള ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിലേ നമ്മുടെ മക്കൾക്കും ഉണ്ടാവൂ.